الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും ഇഷ്ടത്തിലും ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഖുതുബയിൽ ദുആഇനെ സംബന്ധിച്ചാണ് മുഅ്മിനീങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ 2 ആഴ്ച മുമ്പ് സംസാരിച്ചിരുന്നു ദുആഇനെ സംബന്ധിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന സൂറത്താണ്. അതിൽ ഓരോ പ്രവാചകന്മാരുടെയും അവർ നടത്തിയ ദുആ, ആ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയ രീതി അത് വിശദീകരിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മിസ്റിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഫിർഔനെയും പട്ടാളക്കാരെയും പേടിച്ച് നാടുവിടുകയാണ്. നമുക്ക് ചരിത്രം അറിയാം. എത്തിപ്പെടുന്നത് മദിയൻ എന്ന സ്ഥലത്താണ്. മദിയൻ ഫലസ്തീനാണ്, ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്. മദിയനിൽ എത്തുന്നത് രാവിലെയാണ്, സുബ്ഹിസ്കാരം കഴിഞ്ഞുള്ള ആ സമയത്താണ്, പ്രഭാത സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം മദിയനിൽ എത്തുന്നത്. ഖുർആൻ ഇത് പറയുന്നത് വലമ്മ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസ് യസ്ഖൂൻ. മൂസാ നബി അലൈഹിസ്സലാം ആദ്യം കടന്നു ചെല്ലുന്നത് മദിയൻ നിവാസികൾ വെള്ളം ശേഖരിക്കുന്ന സ്ഥലത്താണ്. കാരണം യാത്രക്കാരനാണ്, ദീർഘമായി യാത്ര ചെയ്തു വരുന്ന ആളാണ്. അവർ വെള്ളം ശേഖരിക്കുന്നിടത്താണ്, വെള്ളം എടുക്കുന്നിടത്താണ് മൂസാ നബി അലൈഹിസ്സലാം കടന്നു ചെന്നത്.
അപ്പൊ അവിടെ കണ്ട കാഴ്ച, അവിടുത്തെ ആൾക്കാർ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കണം. രാവിലെ വെള്ളം കൊടുത്ത് കൂട്ടുന്ന വിടുകയാണ് കന്നുകാലികളെ. അല്പം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കണ്ടത് 2 സ്ത്രീകൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ, ആ ബഹളത്തിനിടയിൽ നിന്നും മാറി നിൽക്കുന്നു, അവരുടെ ആട്ടിൻപറ്റങ്ങളെയും തളിച്ചുകൊണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഖാല മാ ഖതുബുകുമാ, എന്താണ് നിങ്ങളുടെ വിഷയം, എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പൊ 2 സ്ത്രീകൾ പറഞ്ഞു, ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ الرعاء വഅബൂനാ ശൈഖുൻ കബീർ. ആ ആണുങ്ങൾ, ആ പുരുഷന്മാർ വെള്ളമെടുത്ത് മാറിയതിന് ശേഷമാണ്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമേ നമുക്ക് വെള്ളമെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ പെണ്ണുങ്ങളാണ്. വഅബൂനാ ശൈഖുൻ കബീർ, കാരണം നമ്മുടെ പിതാവ് വയസ്സായാളാണ്, വൃദ്ധനാണ്. നമ്മുടെ പിതാവിന് വന്ന് വെള്ളമെടുക്കാൻ കഴിയില്ല. അപ്പൊ ആണുങ്ങളൊക്കെ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആണുങ്ങളൊക്കെ പോയപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരെ സഹായിച്ചു. ഫസഖാ ലഹുമാ, അവർ 2 ആൾക്കാർക്കും മൂസാ നബി അലൈഹിസ്സലാം വെള്ളം ശേഖരിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാക്ക് സുമ്മ തവല്ല ഇലൽ ദിൽ, കാരണം പ്രഭാതമായിട്ടുണ്ട്, ളുഹാന്റെ സമയമാണ്, നല്ല വെയിലാണ്, നല്ല സൂര്യനാണ്. ആ വെള്ളം കൊടുത്തതിന് ശേഷം, ഒരു നല്ല ഖൈറായ ഒരു പ്രവർത്തനം ചെയ്തതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാം സുമ്മ തവല്ല ഇലൽ ദിൽ, ഒരു തണലിലേക്ക് മാറി നിന്നു. കാരണം മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന്, വേറൊരു നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഒരാളെയും മുൻപരിചയമില്ല ആ നാട്ടിൽ. മദീന എന്ന നാട്ടിൽ ആരെയും മുൻപരിചയമില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒരു വീടില്ല, പരിചയമുള്ള വീടില്ല. എവിടേക്കും കയറി ചെല്ലാൻ കഴിയില്ല. കയ്യിലൊന്നുമില്ല, ധനമോ സമ്പാദ്യമോ ഒന്നും കയ്യിലില്ല. മൂസാ നബി അലൈഹിസ്സലാം ആ തണലിലേക്ക് മാറി നിന്നു. അല്ലാഹ് പറയാണ്, അവിടുന്ന് ഫഖാല, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആ അല്ലാഹു എടുത്തു പറയാണ്, റബ്ബി ഇന്നി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എനിക്ക് എന്ത് ഖൈർ ഇറക്കി തന്നാലും എല്ലാത്തിലേക്കും ഞാൻ ഇപ്പോൾ ആവശ്യക്കാരനാണ്. എന്ത് ഖൈറാണോ അല്ലാഹുവേ നീ തീരുമാനിച്ച് എനിക്ക് നീ നൽകുന്നത്, അതിലേക്കെല്ലാം ഞാൻ ആവശ്യക്കാരനാണ്. അല്ലാഹുവിനുള്ള ദുആ. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു ആ തണലിലേക്ക് മാറി നിന്നിട്ട്. തഫ്സീറിന്റെ ഉലമാക്കൾ വിശദീകരിക്കാൻ, ഖുർആന്റെ അടുത്ത ആയത്തുകൾ അല്ലാഹു പരിചയപ്പെടുത്തി. ആ സംഭവങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ സംഭവങ്ങൾ അല്ലാഹു വിശദീകരിച്ചു. അന്ന് രാത്രിയാകുമ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാമിന് കിടക്കാൻ ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു കൊടുത്തു. കൂടെ ഇണയായിട്ടൊരു ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. 8 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്കുള്ള ഒരു ജോലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമക്ക് തയ്യാറാക്കി കൊടുത്തു. അതാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രീതി. ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എല്ലാം നിന്റെ അടുക്കലാണ്, നീ എന്ത് ഖൈറാണോ എനിക്കിപ്പോൾ നൽകുന്നത് അതിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി. ഒരാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നേരം ഇരുട്ടുന്നതിൻ്റെ മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിന് നൽകി. സഹോദരന്മാരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം എപ്പോഴോ സംഭവിച്ചൊരു സംഭവം, ഏതൊരു നാട്ടിൽ സംഭവിച്ചത് അള്ളാഹു ഖുർആനിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അള്ളാഹുവിനോട് തേടുക, എന്തും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തേടാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം പ്രവാചകരെ താങ്കൾ ഓർക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കണം. ഇബ്രാഹിമിന്റെ മുമ്പ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് നൂഹ് എന്നോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇദ് നാദാ റബ്ബഹു, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം. ആ ദുആ സൂറത്ത് നൂഹിൽ അള്ളാഹ് പറയുന്നുണ്ട്, റബ്ബിലാ തദർനി, അല്ലാഹു റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹുവേ,
ഒരു കാഫിറിനെ നീ ഭൂമിയിൽ ബാക്കിയാക്കരുത്, എല്ലാവരെയും നശിപ്പിക്കണമേ എന്നുള്ള സ്വന്തം സമുദായത്തിനെതിരെയുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകി. ഫസ്തജബ്നാ ലഹു, നൂഹിന്റെ ദുആക്ക് നാം ഉത്തരം നൽകി. ഫനജ്ജൈനാഹു വ അഹ്ലഹു, നൂഹിനെയും മുസ്ലിമീങ്ങളെയും നാം രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അദീം, ആ വലിയ പ്രയാസത്തിൽ നിന്ന് നൂഹിനെയും മുസ്ലിമീങ്ങളെയും നാം രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം സൂറത്തുൽ അംബിയ. നമുക്കതിൽ മാതൃകയുണ്ട് സഹോദരന്മാരെ. മുസ്ലിമീങ്ങളെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, എന്തും അള്ളാഹുവിനോട് തേടുക. അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം, സൂറത്തുൽ അംബിയയിൽ അള്ളാഹു പറഞ്ഞൊരു പേരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം പ്രവാചകരെ താങ്കൾ ഓർക്കുക, താങ്കൾ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ദുആ ചെയ്തത്? അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹു എനിക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടുകയാണ്, ഞാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഫസ്തജബ്നാ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അയ്യൂബിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകി. വകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ, അയ്യൂബിനുണ്ടായ പ്രയാസം നാം നീക്കിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹു, അയ്യൂബിന്റെ കുടുംബത്തെ നാം തിരിച്ചു നൽകി. ആ കുടുംബത്തിനെ പോലെ മറ്റു ചിലരെയും നാം അയ്യൂബിന് തിരിച്ചു കൊടുത്തു. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ ധനികനായിരുന്നു, വലിയ സമ്പത്തുണ്ടായിരുന്ന ആളാണ്. ധാരാളം ഒട്ടകങ്ങളും പശുക്കളും ആടുകളുണ്ട്, വലിയ സമ്പത്തുണ്ട്, വലിയ കുടുംബമായിരുന്നു, അറിയപ്പെട്ട ആളായിരുന്നു, എല്ലാവർക്കും സമ്മതനായിരുന്നു, എല്ലാവർക്കും നല്ല രീതിയിൽ സദഖകൾ ദാനധർമ്മങ്ങൾ നൽകിയ ആളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, വലിയൊരു രോഗം ബാധിച്ചു അദ്ദേഹത്തിന്. 15 വർഷം അദ്ദേഹം കിടപ്പിലായിരുന്നു. ആ രോഗം ബാധിച്ച് മറ്റൊരാൾക്ക് അദ്ദേഹത്തോട് അടുക്കാൻ പ്രയാസമായി, ആ രീതിയിൽ രോഗം ബാധിച്ചു. ശരീരത്തിൽ പുഴുക്കൾ വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്ക് ഓരോരുത്തരായിട്ട് ഒഴിവാക്കിയിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴിവാക്കിയിട്ട് പോയി. അവസാനം 2 സഹോദരന്മാരുണ്ടായിരുന്നു, അവരും ഒഴിവാക്കിയിട്ട് പോയി. ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയായി. ആ രീതിയിൽ പ്രയാസപ്പെട്ടു. അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, അല്ലാഹുവേ ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, ഞാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. വ അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ നീ എത്രയോ കരുണ കാണിക്കുന്നവനാണ്, നീ അടിമകളോട് കരുണ കാണിക്കുന്നവനാണ്. എൻ്റെ കുടുംബക്കാർ എന്നോട് കരുണ കാണിച്ചില്ല, എൻ്റെ ഭാര്യ എന്നോട് കരുണ കാണിച്ചില്ല, എൻ്റെ സഹോദരന്മാരോട് എന്നോട് കരുണ കാണിച്ചില്ല. വ അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ നീ എത്രയോ കരുണ കാണിക്കുന്നവനാണ്. അല്ലാഹു പറയുന്നു ഫസ്തജബ്നാ ലഹു, അയ്യൂബിൻ്റെ ആ ദുആക്ക് ഞാൻ ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ, ആ പ്രയാസം നാം നീക്കിക്കൊടുത്തു. രോഗം മാറി, സമ്പത്ത് തിരിച്ചു വന്നു, കുടുംബം തിരിച്ചു വന്നു, കുടുംബം ഇരട്ടിച്ചു. വമിസ്ലഹും മഅഹും, ആ കുടുംബം നഷ്ടപ്പെടുന്ന സമയത്ത് എത്രയാണ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഇരട്ടിപ്പിച്ച് അള്ളാഹു നൽകി. ധാരാളം മക്കളെ നൽകി, വലിയ കുടുംബമായി പിന്നീട്. റഹ്മതം മിൻ ഇൻദിനാ, അള്ളാഹു പറയാണ് റഹ്മതം മിൻ ഇൻദിന. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകിയത് റഹ്മതം മിൻ ഇൻദിന, അള്ളാഹിൻ്റെ ഭാഗത്തുള്ള റഹ്മത്താണ്, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള കരുണയാണ്. വദിക്റാ ലിൽ ആബിദീൻ, വദിക്റാ ലിൽ ആബിദീൻ, അടിമകൾക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എന്നെന്നും ഓർക്കാനുള്ളൊരു സംഭവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്നും, ഈ ഒരു ചരിത്രത്തിൽ നിന്നും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയലാണ്, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയലാണ്. നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ക്ഷമ കാണിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കാതെ, മോശമായി ചിന്തിക്കാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് തേടുക. ആ കാര്യമാണ് ഈ സംഭവത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്. അതുപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അടിമകളിൽ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? ആർക്കാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയ, അംബിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. സുമ്മ സാലിഹൂൻ, പിന്നെ സാലിഹ്യങ്ങളാണ്, ദീനിൽ അള്ളാഹുമായിട്ട് അടുപ്പമുള്ളവരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അങ്ങോട്ട്
ദറജ കുറഞ്ഞു വരും. ആദ്യം അമ്പിയാക്കന്മാർ, പിന്നെ സ്വാലിഹീങ്ങൾ, പിന്നെ അതിൻ്റെ താഴെയുള്ളവർ, പിന്നെ അതിൻ്റെ താഴെയുള്ളവർ. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുബ്തലർ റജുലു അലാ ഹസ്ബി ദീനിഹി, ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പരീക്ഷിക്കപ്പെടുന്നത് അവൻ്റെ ദീനനുസരിച്ചായിരിക്കും. ഫഇൻ കാന ഫീ ദീനിഹി സലാബത്തുൻ, നല്ല കട്ടിയുള്ള ദീനാണെങ്കിൽ, നല്ല ഉറപ്പുള്ള ദീനാണെങ്കിൽ, നല്ല ഈമാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ, സീദ ഫീ ബലാഇഹി, അവൻ്റെ പരീക്ഷണം അധികരിക്കും. ഒരാൾ മുസ്ലിമായിട്ട് ഈമാനോടുകൂടി ജീവിക്കുന്ന സമയത്ത് അവന് പരീക്ഷണങ്ങൾ അധികമായിരിക്കും, അവൻ്റെ പരീക്ഷണം അധികരിച്ചുകൊണ്ടിരിക്കും. വഇൻ കാന ഫീ ദീനിഹി റിഖ്ഖതൻ, ആ ദീനിൽ നേർമല്യമുള്ളവനാണെങ്കിൽ, അധികം കണിശമായി ദീൻ പാലിക്കാത്തവനാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുഫിഫ അൻഹു, അവൻ്റെ പരീക്ഷണം കുറച്ചായിരിക്കും. എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഓരോ രീതിയിൽ അല്ലാഹു പരീക്ഷിക്കും. ഹത്താ യംശി അലാ ലഹ്റിൽ അർളി ലൈസ അലൈഹി ഖതീഅ, അവൻ്റെ ഹൃദയത്തിൽ ഒരു പാപക്കറയും ബാക്കിയാകാത്ത രീതിയിൽ ഭൂമി പുറത്തവൻ നടക്കുന്ന രൂപത്തിൽ അല്ലാഹുവിനെ ശുദ്ധിയാക്കും. നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രയാസങ്ങൾ വരുന്നത് തിന്മയുടെ കറകളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് പരീക്ഷണങ്ങൾ അധികരിക്കുക. പരീക്ഷണം അധികരിക്കുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കൽ മുഅ്മിനീങ്ങളുടെ ദറജ ഉയർത്തപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമിനൊരു രോഗം ബാധിച്ചു, വലാ വസബിൻ, ഒരു ക്ഷീണം ബാധിച്ചു, വലാ ഹമ്മിൻ, ഒരു അസ്വസ്ഥത, മനസ്സിനൊരു പ്രയാസം, അസ്വസ്ഥത ബാധിച്ചു. അതുപോലെ തന്നെ വലാ ഹസനിൻ, ഒരു സങ്കടം, ഒരു പ്രയാസം, സങ്കടം വന്നു. വലാ അദൻ, ഒരു ഉപദ്രവം, എന്തെങ്കിലും ഒരു പ്രയാസം, ഉപദ്രവം ഉണ്ടായി. വലാ ഗമ്മിൻ, വല്ലാതെ മാനസിക സംഘർഷം ഉണ്ടായി, മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത, മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടു. ഹത്ത ഷൗകത്തി യുഷാക്കുഹ, എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ കാലിൽ തറക്കുന്ന മുള്ള് വരെ, ചെറിയൊരു മുള്ള് കാലിൽ കൊണ്ടു, ആ ഒരു ചെറിയൊരു വേദന, അതുവരെ ഒരു മുസ്ലിമിന് ഉണ്ടാവുകയില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, ആ പ്രയാസങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ മാപ്പാക്കിയിട്ടല്ലാതെ. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചെറിയൊരു മാനസിക സംഘർഷം പോലും നമ്മുടെ പാപങ്ങൾ മാപ്പാക്കാൻ കാരണമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല, ക്ഷമിക്കുക. രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, സാമ്പത്തികമായിട്ട് അള്ളാഹു പരീക്ഷിക്കും, സാമുദായികമായിട്ട് അള്ളാഹു പരീക്ഷിക്കും, അതുപോലെ തന്നെ കുടുംബം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, മക്കളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഏത് രീതിയിലും മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചതിൽ പിടിച്ചു നിൽക്കുക. കാരണം ഓരോ പ്രയാസങ്ങളും വരുന്നത് അവൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടാനാണ്. അവൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കപ്പെടും. നാളെ ആഖിറത്തിൽ അവൻ്റെ ദറജ ഉയർത്തപ്പെടും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുക. പ്രയാസങ്ങളുണ്ടാവും, പല രീതിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുണ്ടാവും. ഒക്കെയും ക്ഷമിച്ച് ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം തയ്യാറാവുക. സക്കരിയ നബി അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, വസകരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. വസകരിയ, സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത സന്ദർഭം, ഇദ് നാദാ റബ്ബഹു, സക്കരിയ നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ചു, റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ, അല്ലാഹുവേ എനിക്ക് നീ ബാക്കി ഉണ്ടാക്കണം, മക്കളില്ലാത്ത അവസ്ഥ എന്നെ നീ മരിപ്പിക്കരുത്. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, ആഖിറാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, നല്ലോണം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നീക്കി കൊടുത്തു, മക്കളെ കൊടുത്തു. അല്ലാഹു ഖുർആനിൽ പറയാണ്, ആ വഅസ്ലഹ്നാ ലഹു സൗജഹു, ആ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ പ്രയാസം ഞാൻ നീക്കി കൊടുത്തു, മക്കളെ ഞാൻ സക്കരിയ നബി അലൈഹിസ്സലാമിന് കൊടുത്തു. എന്തും അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു അതിന് പരിഹാരം കാണും, അള്ളാഹു അതിന് ബദൽ സംവിധാനം കാണും.
ഇതൊക്കെ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ ആ ഒരു കാര്യമാണ് നമുക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ ഒരു കുറവും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. സക്കറിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയിനെ സംബന്ധിച്ച് സൂറത്തുൽ മറിയമിൽ അല്ലാഹ് പറയാൻ, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. പ്രവാചകരെ, അങ്ങ് സക്കറിയ നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം താങ്കളൊന്ന് ഓർക്കണം. നിദാഅൻ ഖഫിയ, രഹസ്യമായിട്ട്, ആരെയും കാണിക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല, രഹസ്യമായിട്ട് അള്ളാഹുവിനെ വിളിച്ചു. ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ വിളിച്ചു സക്കറിയ നബി അലൈഹിസ്സലാം. ഖാല റബ്ബി വഹനൽ അൽമു മിന്നി വഷ്തഅല അർറസു ശൈബ. അള്ളാഹുവേ, എൻ്റെ എല്ലുകൾ നുരുമ്പിച്ചു, എനിക്ക് വാർദ്ധക്യമായി, നിരബാധിച്ച് എൻ്റെ തല വെട്ടിത്തിളങ്ങുകയാണ്, ഫുള്ള് നിരബാധിച്ചു, എല്ലുകൾ ക്ഷയിച്ചു, എനിക്ക് വാർദ്ധക്യമായി. എൻ്റെ ഭാര്യ ആഖിറാൻ, എൻ്റെ ഭാര്യ പ്രസവിക്കൂല. വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. പക്ഷെ അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശനല്ല. അതാണ് സക്കറിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ. ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടൂല, ഒരിക്കലും അതിൽ നിന്ന് പരിഹാരം കിട്ടൂല. പക്ഷെ ആ ദുആ, അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശനല്ല റബ്ബേ, ആ ദുആ അല്ലാഹു കേട്ടു. നമ്മളൊരിക്കലും ഭൗതികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അളക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് എന്തും അള്ളാഹുവിനോട് ചോദിക്കുക. ഭൗതികമായിട്ട് വളരെ വിദൂരത്തായിരിക്കുന്ന കാര്യമാകാം, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാക്കി തരും, അത് അടുപ്പിക്കും. അതാണ് അള്ളാഹുവിൻ്റെ രീതി. അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ, പ്രവാചകന്മാരുടെ സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളണം, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കാനും അത് തേടി വാങ്ങുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഖുർആൻ്റെ ഈ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതേത് സമയത്തും അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുന്ന നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദുആയിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ദുആയി പഠിപ്പിച്ച സംഭവങ്ങളാണ് വിശദീകരിച്ചത്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ, നമ്മൾ ദുആ ചെയ്യുക അള്ളാഹുവിനോട്. പക്ഷെ ചില കാര്യങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സുമ്മ ദക്കറ റജുല യുതീലു സഫറ. പിന്നെ ഒരാളെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവൻ ദീർഘമായി സഞ്ചരിച്ചു, ഒരു യാത്രക്കാരൻ, ദീർഘമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ താടി രോമങ്ങൾ ജട പിടിച്ചിട്ടുണ്ട്, ശരീരത്തിൽ പൊടി പറ്റിയിട്ടുണ്ട്, അത്രയും ക്ഷീണിതനാണ്. യാത്രയുടെ എല്ലാ ഒരു മുഷിപ്പും അവൻ്റെ ആ രൂപത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവൻ രണ്ട് കൈയും അള്ളാഹുലേക്ക് ഉയർത്തി, യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ച് ദുആ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു ഇസ്മാണ് റബ്ബ് എന്നുള്ളത്. ആ റബ്ബ് എന്ന ഇസ്മ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വമത്അമുഹു ഹറാം. അവൻ ഭക്ഷിച്ചതും കുടിച്ചതും അവൻ ധരിച്ചതും എല്ലാം ഹറാമിലൂടെ ഉണ്ടാക്കിയതാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ അവൻ മൂടപ്പെട്ടവനാണ്, മൊത്തം ഹറാമാണ്. അവൻ സമ്പാദിച്ചത് ഹറാമായ രീതിയിലൂടെയാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? ദുആക്ക് ഉത്തരം കിട്ടൂല. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കണം. ഹറാമിലായ സമ്പത്ത്, ഒരു രൂപ നമ്മുടെ സമ്പത്തിലുണ്ടെങ്കിൽ അത് തിന്നിട്ടാണ് നമ്മുടെ ശരീരം വളർന്നതെങ്കിൽ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കൂല. വളരെ ഗൗരവത്തിൽ ആ ഒരു വിഷയം നാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നമ്മുടെ സമ്പത്ത്, സാമ്പത്തിക മേഖല ഹലാലാക്കുക, ഹറാമിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക. നമ്മൾ തിന്നുന്നു, നമ്മുടെ കുടുംബക്കാരെ തീറ്റിക്കുന്നു,
അവരുടെയൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്നതിൽ നിന്നും തടസ്സമായി നിൽക്കുന്നത് ഹറാമായ സമ്പത്താണ്. നമ്മുടെ സഹോദരന്മാരെ, സമ്പത്ത് ആ ഒരു മേഖല നാം ശുദ്ധീകരിക്കുക, ഹലാലായത് മാത്രം സമ്പാദിക്കുക, നല്ലത് മാത്രം സമ്പാദിക്കുക, വളർന്ന വഴി സ്വീകരിക്കരുത്, ഹറാമായ മേഖല സ്വീകരിക്കരുത്. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു മേഖല നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمسلمات فاستغفروه إنه هو الغفور الرحيم.